ആദ്യക്കുട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താ, എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നേ, ആരൊക്കെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഇരിക്കുന്ന അവിടുത്തെ ഫാന് ഹെലികോപ്റ്റർ പോകുന്ന പോലെ പറന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ട് തുടർന്നുള്ള വീഡിയോ പോലും കാണില്ല, അത്രയ്ക്ക് ബോറായിരുന്നു. പക്ഷേ വാവ അത്രയും ശ്രമിച്ചത് വേസ്റ്റ് ആയല്ലോ എന്നോർത്തപ്പോൾ ഒരു വിഷമം. അവൾ ബൈ ബൈ കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ? ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. പണ്ടൊക്കെ പോകാറുള്ള പോലെ ഓട്ടോയൊക്കെ വിളിച്ച്, കാറൊന്നും എടുത്തില്ല, ഓട്ടോയൊക്കെ വിളിച്ച് ഓട്ടോയിൽ പോകണം എന്ന് എൻ്റെ ആദ്യക്കുട്ടൻ്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവളെയും കൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ ടൗണിലേക്ക് വിട്ടു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ സ്ഥിരമുള്ള പരിപാടിയാണ്. എന്തേലുമൊക്കെ പണ്ട് കറങ്ങിയ കടകളിലൊക്കെ ഒന്ന് കയറി കറങ്ങി കണ്ടതും വാങ്ങിയതും കണ്ടതും കാണുന്നതും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരലൊരു സ്ഥിരം ഏർപ്പാടാണ്. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. ദേ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വരെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടോ. എന്തൊരു ആത്മാർത്ഥതയാണ് എനിക്ക്. ഇത്രയും ആത്മാർത്ഥതയോടെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. സബ്സ്ക്രിപ്ഷനും വേണം, ലൈക്സും വേണം. നിങ്ങളുടെ സപ്പോർട്ടല്ലേ എനിക്കുള്ളൊരു ധൈര്യം, പിന്നെ മുന്നോട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനവും. അങ്ങനെ ആദിക്കുട്ടനും അതുപോലെ വിധുക്കുട്ടനും രണ്ടുപേർക്കും ചെരുപ്പൊക്കെ ഇട്ടു. അതിൽ വിധുക്കുട്ടനാ കോമഡി. എന്തിട്ടാലും അവൻ കാലിന്ന് പിന്നെ ഉരില്ല. അത് വെച്ച് കുറേ ഷോ പുള്ളി നടത്തി. ആദ്യമോള് പിന്നെ ഏത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഓരോന്നിട്ടിട്ട് കണ്ണാടി പോയിട്ട് റാമ്പ് നടത്തുന്നു, ഫാഷൻ ഷോ നടത്തുന്നു, പല ഐറ്റംസും കാണേണ്ടി വന്നു. ഈ കുട്ടീസിനെ മേച്ചുകൊണ്ട് പിന്നെ നേരെ പോയത് ഈസി ബൈയിലേക്കായിരുന്നു കേട്ടോ. കുറച്ച് ഡെയിലി വെയർ വാങ്ങാനുണ്ടായിരുന്നു. അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇതിലും ദയനീയ അവസ്ഥയായിരുന്നു അവിടെ. വിധുക്കുട്ടനും ആദിക്കുട്ടനും പീക്ക് ലെവലിലായിരുന്നു. എല്ലാം കഴിഞ്ഞും വീട്ടിൽ വന്നതും ആദിക്കുട്ടൻ അപ്പൂപ്പനെയും പാപ്പനെയും കാണിക്കാൻ വേണ്ടി ഒരു കുട്ടി ഫാഷൻ ഷോ തന്നെ നടത്തി. ഇനി അതൊന്ന് കണ്ടാലോ? ആദിക്കുട്ടൻ്റെ ഫാഷൻ ഷോ അത് കണ്ടതും അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും പാപ്പൻ്റെയും ഒക്കെ കിളി അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ നോമ്പ് തുറന്നതിന് ശേഷമുള്ള രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ടൗണിലേക്ക് വിട്ടു. അതിലെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയുമായി വന്നേക്കാം. അതുവരേക്കും ബൈ ബൈ.